നമസ്കാരം. ഇന്ന് കർക്കിടകം 14 ദിവസം. ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവേടിനാൻ. ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ. രാമാഗമന മഹോത്സവമെത്രയുമാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. പക്വമനസ്സോടു ഭക്ത്യൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്ത്യൈവ ദണ്ഡനമസ്കാരവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേൻ അടിയനിന്നു കേവലം നിന്നയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കെന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമാശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ. ഉത്ഥാനവും ചെയ്തുഷസ്സി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയുമുത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ
തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ. സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുരമധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ. ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. യാതൊരേടത്തു സുഖേന വസിക്കാവു സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലും എന്നെഴുന്നള്ളിനാനന്ദികേ ചേർന്നുള്ള ശിക്ഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തു മാമുനി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ പുക്കേടിനാൻ. വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീർ അർത്ഥ്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾ കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു
പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ്യമടിയിൽ വച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടൊരു ഭരതനും ചോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യ മാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോനിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരമുദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ
രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ, രണ്ടുവരം മമ തന്നു തവ പിതാ. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാധി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടൊരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായികിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ.